ജെ ഡി യുയിൽ വീണ്ടും ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു. ബീഹാർ രാഷ്ട്രീയത്തിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതിരിയും. കാരണം ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതിൽ ജെ ഡി യുവിലെ ന്യൂനപക്ഷ അംഗങ്ങൾക്ക് വലിയ എതിർപ്പ് തന്നെയാണ്. ജെ ഡി യു താൽക്കാലികമായി ബി ജെ പിയോടൊപ്പം ചേർന്നത് കൃത്യമായും ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ സ്ഥാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയും അത്തരത്തിലേക്ക് വീണ്ടും സഖ്യം ചേരാൻ വേണ്ടിയും ഒക്കെ തന്നെയാണ്. അതായത് ഐക്യ ജനതാദളിന് കൃത്യമായി ഒരു മേച്ചിൽപ്പുറം ഇല്ല എന്ന രീതിയിലേക്കാണ്. അവർ എപ്പോഴും ചാഞ്ചാട്ടക്കാരാണ്. ഐക്യജനതാദൾ നേതാക്കൾ പലരും അസ്വസ്ഥരാണ്. മന്ത്രിസഭയിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധത്തോടു കൂടിയല്ല ബി ജെ പി കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യജനതാദളിൽ വലിയ രീതിയിലുള്ള മുറിവുറുപ്പുണ്ട്. ബി ജെ പിയിൽ ഇത്തരത്തിലേക്കുള്ള ആധിപത്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ കൃത്യമായും നിതീഷ് കുമാർ മുൻപ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും പുനരാവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം നിതീഷ് കുമാറിന് വലിയ രീതിയിലുള്ള ലാഭമൊന്നും തന്നെ കിട്ടിയിട്ടില്ല. 12 ലോക്സഭാ സീറ്റുകൾ ഉള്ള എൻ ഡി എയിൽ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രബല കക്ഷി എന്ന രീതിയിൽ ജെ ഡി യു ആവശ്യപ്പെട്ടിരുന്ന ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളത് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരക്ഷരം മിണ്ടാതെയാണ് നിതീഷ് കുമാർ ഇപ്പോൾ മൗനവ്രതം തുടരുന്നത്. ഇത്തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ബാലികേറ മല തന്നെയായിരിക്കും. ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത് നിതീഷ് കുമാറിനെ ഒരു പുറമ്പോക്കുകാരനെ പോലെയാണ് ബി ജെ പി കരുതിയിരിക്കുന്നത്. അവർക്ക് ചിരാഗ് പാസ്വാനും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവായിട്ടുള്ള ജിതൻ റാം മാഞ്ചിയുമൊക്കെ പ്രാധാന്യത്തോടു കൂടി അവർ കാണുന്നു. ഐക്യ ജനതാദളിന് ഇത്രയും സീറ്റുണ്ടായിട്ടും അവരെ പ്രാധാന്യത്തോടെ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം ഐക്യ ജനതാദളിന് കിട്ടിയതെന്തോ ആ ഒരു പ്രാതിനിധ്യം ജതൻ റാം മഞ്ചിക്കും കിട്ടിയിട്ടുണ്ട്, ചിരാഗ് പാസ്വാനും കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഐക്യ ജനതാദളിന് മനസ്സിലാക്കിയിരിക്കുന്നത് അവരെ ഒതുക്കാൻ, അവർക്ക് കാര്യമായിട്ടുള്ള പരിഗണന കൊടുക്കാതിരിക്കാൻ തന്നെയാണ് ഇത്തവണ ശ്രമിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ പതിവ് ശൈലി വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പുള്ള ചർച്ചകളിലൊക്കെ വലിയ രീതിയിലുള്ള അനുരഞ്ജനം, ഇത്തരത്തിലേക്കുള്ളൊരു ഫോർമുല ഒക്കെ അവിടെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളിൽ എല്ലാം വന്ന വാർത്ത. എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയായിരുന്നു സത്യത്തിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചടങ്ങ് വേദിയായത്. അതോടുകൂടിയാണ് ജെ ഡി യുവിൻ്റെ കട്ടയും പടവും മടങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ആർ ജെ ഡി നേതാക്കൾ ഇതിനെ പരസ്യമായി തന്നെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വകുപ്പുകൾ ചോദിച്ചു വാങ്ങിക്കാൻ പോലും അറിയാത്തതിനും ബാക്കിയുള്ളവരെന്ത് പിഴച്ചു? നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഈ കാണുന്നത്. നിങ്ങളുടെ പാർട്ടിയിലുള്ള പലരെയും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നു. നിങ്ങൾ കൃത്യമായി ജാഗ്രതയോടുകൂടി നിൽക്കുക. ആർ ജെ ഡിയുമായിട്ടായിരുന്നു ബാന്ധവമെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ സുരക്ഷിതരായന്. ബി ജെ പിയിലായതുകൊണ്ട് എങ്ങനെയെന്ന് പറയാൻ പോലും കഴിയുന്നില്ല. ആർ ജെ ഡി കൃത്യമായി ഒരു പണി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.